പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ CSEBയുടെ കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ കാര്യങ്ങളും കൂടി കുറച്ച് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, 1045/2023 CSEB നടത്തിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ CSEB എക്സാമിന്റെ ചോദ്യപേപ്പറുകളുടെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. 1 മുതൽ 60 വരേക്കിനും നമ്മുടെ കണക്ക്, ഇംഗ്ലീഷ്, GK ഒക്കെ ആയിരിക്കും. 61ാമത്തെ ചോദ്യം മുതലാണ് നോർമലി നമുക്ക് സബ്ജക്റ്റ് തുടങ്ങുന്നത്. നമ്മുടെ 1045/2023 61ാമത്തെ ഒരു ചോദ്യമായിരുന്നു ദി മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഫോക്കസ്ഡ് ഓൺ. എന്തായിരുന്നു മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജ്മെന്റ് എന്തിനെ ഫോക്കസ് ചെയ്തായിരിക്കും പ്രവർത്തിക്കുന്നത്? സയന്റിഫിക് മാനേജ്മെന്റ് ആണോ, അതോ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ ആണോ, അതോ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണോ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണോ? ശരിക്കും പറഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തിരിക്കുന്നത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നത് തന്നെ മെമ്പേഴ്സിന്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സാമ്പത്തിക ഉന്നമനവും മുൻനിർത്തി, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായിട്ട് അവരെ ഉന്നതിയിലേക്ക് എത്തിക്കണം എന്നതിന്റെ ഒരു ലക്ഷ്യത്തിലാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നത്. നമുക്ക് 25 മെമ്പേഴ്സ്, ഡിഫറെന്റ് ഫാമിലിയിലുള്ള 25 മെമ്പേഴ്സ് ചേർന്ന് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നു. ഒരിക്കലും ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? സർവീസ് ഓറിയന്റഡ് ആണ്, അല്ലയോ? അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന വേറൊരു ഓപ്ഷൻ നോക്കിക്കേ. നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കിക്കേ. ദെൻ സയന്റിഫിക് മാനേജ്മെന്റ് സയന്റിഫിക്കലി ആയിരിക്കണം എന്നാണ്. ദെൻ എന്തിനാണ്? പിന്നെ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ആണ്. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമേ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അല്ലയോ? സെക്ഷൻ 5 എന്താണ് പറയുന്നത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റികളായിരിക്കും മാത്രമേ രജിസ്റ്റർ ചെയ്യത്തുള്ളൂ, അല്ലെ? ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാധ്യതകള് എത്രയാണോ നമ്മൾ ഒരാൾ ഒരു ഷെയർ ക്യാപിറ്റലായിട്ട് എത്ര രൂപ എടുത്തിട്ടുണ്ടോ അതിന്റെ മാത്രം ബാധ്യതയെ വരുന്നുള്ളൂ. അതായത് നാളെ കാലത്ത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നഷ്ടത്തിൽ പോയാലും ഞാനിപ്പോ 10,000 രൂപയ്ക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഷെയർ ക്യാപിറ്റൽ എടുത്തു. ഓക്കെ, ആ ഒരു 10,000 രൂപയുടെ ബാധ്യതയെ ഞാനും സൊസൈറ്റിയും തമ്മിലുള്ളൂ. അല്ലാതെ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ എന്താണ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന എല്ലാ ബാധ്യതയ്ക്കും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കടം തീർക്കേണ്ട അവസ്ഥയാണ്. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി, അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ലിമിറ്റഡ് ലയബിലിറ്റിയിൽ മാത്രമേ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പറയുന്നത് സെക്ഷൻ 5 നമുക്ക് പഠിക്കാം. അത് നമ്മൾ ഓരോ സെക്ഷൻ വൈസ് നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ ഇനി വരുന്നുണ്ട്, നമുക്ക് എടുക്കാം. ഓക്കെ, ദെൻ അപ്പൊ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനെയാണ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ തന്നെ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ ഇതിനകത്ത് ആൻസർ എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആരാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ലോകതലത്തിലെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നത് ആരാണ്? ICA ആണ്. ICAയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. ICA വരുന്നു, ദെൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിലോട്ട് പോകുന്നു. നോക്കിക്കേ, ICA എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 19 ഓഗസ്റ്റ് 1895 1895 ഓഗസ്റ്റ് 19 എന്ത് ഫോം ചെയ്തത്? ICA, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വന്നത്. ആദ്യത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഇംഗ്ലണ്ടിൽ വെച്ചായിരുന്നു നടന്നത്, ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു. ദെൻ എന്ന് മുതലായിരുന്നു എന്നറിയാം? ഓഗസ്റ്റ് 19 മുതൽ 22 വരെയായിരുന്നു ആദ്യത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നിരുന്നത്. നമ്മളൊന്നും പറഞ്ഞില്ല. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്തത് ICA ആണ്, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA വന്നത് 19 ഓഗസ്റ്റ് 1895 ഇത്രയും കാര്യങ്ങളെ നമ്മൾ പറഞ്ഞുള്ളൂ, അല്ലെ? നോക്കിക്കേ,
അടുത്ത് നോക്കിക്കേ, ഐസിയുടെ ഫസ്റ്റ് കോൺഗ്രസിൽ ആരൊക്കെ മെമ്പേഴ്സ് ആയിരുന്നു എന്നുള്ളതാ. അർജന്റീന, ഓസ്ട്രേലിയ, ബെൽജിയം, ഇംഗ്ലണ്ട്, ഡെൻമാർക്ക്, ഫ്രാൻസ്, ജർമ്മനി, ഹോളണ്ട്, ഇന്ത്യ, സ്വിറ്റ്സർലൻഡ്, സെർബിയ, USA. ഇതൊന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ICA എന്ന് പറഞ്ഞാല് വൺ ഓഫ് ദി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, അതായത് ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും നടന്നിട്ടും ഒലിച്ചു പോകാത്ത, അല്ലെങ്കിൽ ഈ എന്താ പറയാ, പിന്നെയും നിലനിൽക്കുന്ന ഒരു ഫസ്റ്റ് വേൾഡ് വാറിനെയും സെക്കൻഡ് വേൾഡ് വാറിനെയും അതിജീവിച്ച ഒരു സ്ഥാപനമാണ് ഏത്? ICA, ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. അതുപോലെ തന്നെ ഇതിനകത്ത് ICA ഫോം ചെയ്ത വർഷം നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഒരു എന്താ പ്രസ്ഥാനമാണ്. അല്ലെങ്കിൽ പ്രസ്ഥാനം എന്ന് വെച്ചാൽ ഒരു സ്ഥാപനം എന്നല്ല, രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ ICA അവരുടെ ഒരു കാര്യങ്ങളിലും ഇടപെടത്തില്ല. ഒരു ന്യൂട്രലായിട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ. അത് വന്നത് കൺഫേം ചെയ്തു. ഞങ്ങളൊരു രാഷ്ട്രീയക്കാരുടെ ഇടപെടലില്ല, ഞങ്ങൾക്ക് മതപരമായ ഇടപെടൽ ഒന്നും ICAക്കില്ല. ഇതുമായിട്ടൊന്നും ബന്ധപ്പെടാത്ത ഒരു സ്ഥാപനമാണ് ICA എന്ന് പറഞ്ഞാല്. ഇത് കൺഫേം ചെയ്ത വർഷം, ഇത് തുടങ്ങിയ പിറ്റേ വർഷം തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാരോ മതപരമായ ഒരു കാര്യങ്ങളിലോ ഞങ്ങൾ ഇടപെടത്തില്ല, ഞങ്ങൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നു. ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്ത ഒരു സ്ഥാപനമാണ്. ഈ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി കൺഫേം ചെയ്ത വർഷം പിറ്റേ വർഷം 1896-ലാണ്. നമുക്കറിയാം 1896 നമുക്ക് വേറെയും പ്രത്യേകതകൾ ഉള്ള ഒരു വർഷമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുകൾ പറയുന്ന സമയത്ത് നമുക്ക് അതിന്റെ കാര്യങ്ങൾ പറയാം. ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് വന്ന വർഷം 1896-ആണ്. നമുക്ക് പറയാം. ഓക്കെ, ദെൻ ICAയുടെ പബ്ലിക്കേഷൻ ആണ് ICA ബുള്ളറ്റിൻ. ICAയുടെ പബ്ലിക്കേഷന്റെ പേരെന്താണ്? ICA ബുള്ളറ്റിൻ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മള് ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഫോം ചെയ്ത സമയത്ത് പിന്നെ ലണ്ടൻ ആയിരുന്നു. പക്ഷെ കറണ്ട് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. ദെൻ ഇനി ICAയുമായി ബന്ധപ്പെട്ട കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ICA ആണല്ലോ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നത്, നമുക്കറിയാമല്ലോ. എന്താണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൂൾസ് ദാറ്റ് ഡിറ്റർമൈൻ ദ ക്യാരക്ടർ ഓഫ് എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഒരു സഹകരണ സ്ഥാപനത്തിന്റെ ക്യാരക്ടർ, സ്വഭാവം എന്താണെന്ന് തീരുമാനിക്കുന്നതാണ് ഫണ്ടമെന്റൽ റൂൾസ് ആണ് എന്തെന്ന് പറയുന്നത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ സഹകരണ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്ന് പറയുന്ന തത്വങ്ങളെയാണ് എന്ത് പറയുന്നത്? സഹകരണ തത്വങ്ങൾ അഥവാ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്, നമുക്കറിയാമല്ലോ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഒരിക്കലും തുടങ്ങിയിരിക്കുന്നത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. മെമ്പേഴ്സിന്റെ എക്കണോമിക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടും എക്കണോമിക് ഇൻട്രസ്റ്റ് എക്കണോമിക് സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ടിട്ടാണ്. പിന്നെ പബ്ലിക്കിന്റെയും ഫസ്റ്റ് പ്രിഫറൻസിന് മെമ്പേഴ്സിനും, സെക്കൻഡ് ആയിട്ട് അവർ പറയുന്നത് പബ്ലിക്കിന്റെ കാര്യമാണ്. സഹകരണ സ്ഥാപനങ്ങള്. ദെൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രാക്ടീസ് ദെയർ വാല്യൂ. ഇപ്പൊ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ മൂല്യങ്ങൾ ഒന്നും നശിക്കാണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു സ്റ്റോറി പോലെ നമ്മൾ പഠിക്കണം. എങ്ങനെയത് പഠിക്കുന്നത്? ആദ്യമായിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് റോച്ച്ഡെയിൽ പൈനേഴ്സിന്റെ 1860 റോച്ച്ഡെയിൽ പൈനേഴ്സിൽ നിന്ന് റോച്ച്ഡെയിൽ പൈനേഴ്സിന്റെ പ്രിൻസിപ്പിൾസിൽ നിന്നാണ് 1860 ആദ്യമായി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എടുത്തത്. പക്ഷെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട് കുറെ റീഫോർമുലേഷൻ നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എത്തിയിരിക്കുന്നത്. ഓക്കെ, ദെൻ നോക്കിക്കുക അതിന്റെ ആ ഒരു എങ്ങനെയാണ് ഈ വന്ന നാൾവഴികൾ എന്നോട് നമുക്ക് നോക്കാം. അതായത് ഫണ്ടമെന്റൽ ക്യാരക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു. റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസ് 1860 റോച്ച്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ നിന്നുമാണ് നമ്മൾ ICA ഇതെല്ലാം അഡോപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ദെൻ നോക്കിക്കേ, ആദ്യം നമ്മൾ 1860 നമ്മൾ അത് അഡോപ്റ്റ് ചെയ്തു. അഡോപ്റ്റ് ചെയ്തു? ICA അഡോപ്റ്റ് ചെയ്തു. പക്ഷേ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ICAക്ക് തോന്നി ഇത് പോരാ, നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വേണം തോന്നി. അങ്ങനെ 1934 ഒരു സബ് കമ്മിറ്റിയെ ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ICA അപ്പോയിന്റ് ചെയ്യുകയുണ്ടായി. ഏത് വർഷം? 1934. 1934 മറന്നു പോകരുത്. എന്നിട്ട് ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും 1937 ഫസ്റ്റ് ഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് വന്നു. അത് അവരൊന്ന് റീഫോർമുലേറ്റ് ചെയ്തു. എന്നാണ്? 15ാമത്തെ വേൾഡ് കോപ്പറേറ്റീവ് കോൺഗ്രസ് പാരീസിൽ വെച്ച് നടന്ന. അപ്പൊ 1934
റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് എന്നാണ്? 37 ഈ 37 ഏഴെന്ന് എഴുതുന്നതും പി എന്ന് എഴുതുന്നതും നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചാൽ നമുക്കിത് കിട്ടും. അപ്പം പാരീസ് കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ 1937 അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ട് അങ്ങനെ 37 ശേഷം ഇവര് റീഫോർമുലേറ്റ് ചെയ്ത, അതായത് ICA ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത് ആ കമ്മിറ്റി റീഫോർമുലേറ്റ് ചെയ്ത 37 വന്ന പ്രിൻസിപ്പിൾസ് ആയിരുന്നു. പിന്നെ കുറേ നാള് ആ ഒരു പ്രിൻസിപ്പിൾസുമായി ICA മുന്നോട്ട് പോയി. സഹകരണ സ്ഥാപനങ്ങളെല്ലാം അതിനെ അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും 1964 നമ്മുടെ DG കാർവെ അപ്പോയിന്റ് ചെയ്യുന്നു. DG കാർവെയെ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? അതിന് മുൻപൊരു കഥയുണ്ട്. 1963 ബേൺമൗത്തിൽ വെച്ചിട്ട് 1963 ബേൺമൗത്തിൽ വെച്ചിട്ട് ഒരു കോപ്പറേറ്റീവ് കോൺഗ്രസ് ഉണ്ടായി ICAയുടെ. അപ്പോഴാണ് ഇനി ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ ഒന്നും കൂടി റീഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, റീഫോർമുലേറ്റ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുമെന്ന് അവർക്ക് തോന്നി, ICAക്ക് തോന്നുകയും അങ്ങനെ 1964 പ്രൊഫസർ DG കാർവേയെ അപ്പോയിന്റ് ചെയ്തു. അങ്ങനെ അപ്പോയിന്റ് ചെയ്ത വർഷം 64 എന്താണ്? എത്രാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസിലാണ്? 22ാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൽ അപ്പോയിന്റ് ചെയ്തു. വിത്ത് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് UK, USSR, ജർമ്മനി, അങ്ങനെ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോയിന്റ് ചെയ്യുകയും എന്നിട്ട് അദ്ദേഹം DG കാർവെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1966 2 വർഷം കഴിഞ്ഞിട്ട് 64 അപ്പോയിന്റ് ചെയ്യുന്നു, 66 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? എന്നതിന് ശേഷം അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസിന് പറയുന്ന പേരാണ് കാർവെ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്നൊക്കെ പറയുന്ന പ്രിൻസിപ്പിളാണ് കാർവെ പ്രിൻസിപ്പിൾ. അങ്ങനെ 66 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു, കാർവെ പ്രിൻസിപ്പിൾസ് വരുന്നു. എന്നതിന് ശേഷം വീണ്ടും 1992 എവിടെ വെച്ചാണ്? ടോക്കിയോ കോപ്പറേറ്റീവ് കോൺഗ്രസ്. 92 ടോക്കിയോയും കണക്ട് ചെയ്ത് പഠിക്കുക. 1992 ടോക്കിയോയിൽ വെച്ചിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന് ശോഷണം സംഭവിച്ചു, അല്ലെങ്കിൽ ഇറോഷൻ മീൻസ് എന്താ? ശോഷണം, ഇറോഷൻ സംഭവിച്ചു എന്ന് മനസ്സിലാക്കുകയും വീണ്ടും ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ICA തീരുമാനിക്കുന്നു. 1992 ടോക്കിയോയിൽ അപ്പോയിന്റ് ചെയ്തൊരു കമ്മിറ്റി. ആരെയാണ് അപ്പോയിന്റ് ചെയ്തത്? പ്രൊഫസർ ഇയാൻ മക്പേഴ്സണെ അപ്പോയിന്റ് ചെയ്യുന്നു. നിങ്ങൾ ഒന്നും കൂടി ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അദ്ദേഹം റിപ്പോർട്ട് 94 സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. ആര്? ഇയാൻ മക്പേഴ്സൺ 94 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? നോക്കിക്കേ അടുത്ത. അങ്ങനെ അവസാനം 7 പ്രിൻസിപ്പിൾസ് നമ്മുടെ കോപ്പറേറ്റീവ്, 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇയാൻ മക്പേഴ്സന്റെ റിപ്പോർട്ട് 94 വരികയും അങ്ങനെ 1995 സെപ്റ്റംബർ 23 ന്യൂ മാഞ്ചസ്റ്റർ ഹാളിൽ വെച്ചിട്ട് നമ്മുടെ 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ICA അഡോപ്റ്റ് ചെയ്തു. കേട്ടല്ലോ? അപ്രൂവ് ചെയ്ത ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 31 കോപ്പറേറ്റീവ് കോൺഗ്രസ് ആണ്. സെപ്റ്റംബർ 23 1995 ന്യൂ സെഞ്ചുറി മാഞ്ചസ്റ്റർ ഹാളിൽ വെച്ചിട്ടാണ് 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ICA അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ICA വന്ന വർഷം പറഞ്ഞു. എന്നായിരുന്നു ICA വന്നത്? ICA വന്നത് 1895 ICA വന്നത്, ഓഗസ്റ്റ് 19. പിന്നെ ICA ആണ് നമ്മുടെ എന്താ പറയാ സ്പോക്സ്മാൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നത് ICA ആണ്. ലോകത്തുള്ള എല്ലാ സഹകരണ സ്ഥാപനങ്ങളും ICAയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ അങ്ങനെയാ പഠിച്ചല്ലേ? ഈ പ്രിൻസിപ്പിൾസ് വന്നതിനെ കുറിച്ചൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു കഥയുണ്ട്. 1934 ICA ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു. 37 കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. പാരീസ് കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ചിട്ടായിരുന്നു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത്. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇനിയും ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ റീഫോർമുലേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ബേൺമൗത്തിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചിന്ത വരുന്നത് തന്നെ. ഈ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പോരാ, വീണ്ടും റീഫോർമുലേറ്റ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ റീഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1964 DG കാർവെ അപ്പോയിന്റ് ചെയ്യുന്നു. അദ്ദേഹം 2 വർഷത്തിന് ശേഷം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ആ റിപ്പോർട്ടിന് പറയുന്ന പേരാണ് കാർവെ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നു.
ദെൻ നമ്മൾ വീണ്ടും 1992 ടോക്കിയോ കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ചിട്ട് ഇയാൻ മക്പേഴ്സണെ അപ്പോയിന്റ് ചെയ്യുന്നു. അദ്ദേഹം റിപ്പോർട്ട് 94 സബ്മിറ്റ് ചെയ്യുകയും 95 മാഞ്ചസ്റ്റർ കോപ്പറേറ്റീവ് കോൺഗ്രസിൽ വെച്ചിട്ട് നമ്മൾ ഈ പ്രിൻസിപ്പിൾസിനെ എല്ലാം അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? നമുക്ക് എന്നാ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? നോക്കിക്കേ, ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ ദ ഇയർ. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എനാക്ട് ചെയ്ത വർഷം എന്നാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 1984, ഓപ്ഷൻ ബി 1940, ഓപ്ഷൻ സി 1912 ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ 1932. അപ്പൊ ഇത്രയും നമ്മൾ കഴിഞ്ഞ കേരള ബാങ്കിന്റെയും JCIയുടെയും പരീക്ഷയ്ക്ക് സിലബസിനകത്ത് തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വിത്ത് അമെന്റ്മെന്റ് സഹിതം ഉണ്ടായിരുന്നു അല്ലെ. അപ്പം നമ്മൾ ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൂടി പറയുകയാണ്. അപ്പം ഇതിനകത്ത് ആൻസർ ഏതാണ്? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്ന വർഷം 1984 ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലയോ? ദെൻ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ തൊട്ടു മുമ്പ് നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മുന്നേ വന്ന കാര്യം എന്താണെന്ന് പിന്നീട് വന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കൃത്യമായി പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഇപ്പം 2023 വരെ അതിന് അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് എന്താ പറയാ ഈ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേ? നോക്കിക്കേ, മൾട്ടി യൂണിറ്റ് അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നതിന് മുൻപ് ഈ ഒരു ആക്ടിനെ അമെൻഡ് ചെയ്തിട്ടാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയത്. ഏതിനെ അമെൻമെന്റ് നടത്തിയിട്ടാണ്? മൾട്ടി യൂണിറ്റ് ആക്ട് 1942 വന്ന മൾട്ടി യൂണിറ്റ് ആക്ടിനെ അമെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയത്. നമ്മൾ പറഞ്ഞു മൾട്ടി യൂണിറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ആക്ട് നമ്പർ 6 എന്നാ പറയുന്നത്. അപ്പം 4+2 ആണ് 6 എന്ന് പറയുന്നത് അല്ലയോ? അങ്ങനെ ഓർത്തു വെച്ചേക്കാം. 4+2 ആണ് എന്ത്? 6. അപ്പം മൾട്ടി യൂണിറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ 1942 ആക്ട് നമ്പർ 6 ആണ്. വന്ന വർഷം 1942 നമ്മൾ NCI പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചായിരുന്നു. മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് NCI വന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ദെൻ ആദ്യമായി ഇനിഷ്യലി എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടായിരിക്കും മൾട്ടി യൂണിറ്റ് ആക്ട് വരാൻ കാര്യം? അതായത് അന്നത്തെ കാലത്ത് ഈ 1942 കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ടില്ല. അന്നെല്ലാം പ്രൊവിൻസുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിഷ്യലി പാസ്ഡ് ടു അഡ്രസ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓപ്പറേറ്റിംഗ് മോർ ദാൻ വൺ പ്രൊവിൻസ്. ഒന്നിൽ ഞാൻ പറഞ്ഞില്ല, അന്ന് സംസ്ഥാന രൂപീകരണം നടന്നിട്ടില്ല, പ്രൊവിൻസുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഒന്നിൽ കൂടുതൽ പ്രൊവിൻസുകളെ ചേർത്തുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് വന്ന നിയമമാണ് എന്തെന്ന് പറയുന്നത്? 1942 വന്ന മൾട്ടി യൂണിറ്റ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ലീഗൽ ഫ്രെയിംവർക്ക് അത് എന്താ പറയാ, പ്രൊവിൻസുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഉള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കാൻ വേണ്ടി വന്നു. അത്രമാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നമ്പർ 6 ആണ് 1942. ഇത്രേ ഉള്ളൂ അതിനെക്കുറിച്ച് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. അടുത്ത നോക്കിക്കേ, ദെൻ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇപ്പം നമ്മളോട് ചോദിച്ച ചോദ്യം. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത് 1984 1984. ആക്ട് നമ്പർ 51. ആക്ട് നമ്പർ എത്രയാണ്? 51 ആക്ട് നമ്പർ 51 പാസ് ചെയ്തത് ഓഗസ്റ്റ് 18 1984. ഓഗസ്റ്റ് 19 നമ്മൾ ഒരു ദിവസം പറഞ്ഞാണ് ICA ഫോം ചെയ്ത വർഷം 19 ഓഗസ്റ്റ് 1895. ഓക്കെ, 1895 ICA വന്നത്. അതിന്റെ പിറ്റേ വർഷം 1896 എന്ത്? റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി അവർ കൺഫേം ചെയ്തത്. നമുക്കറിയാം ICAയുടെ കുറിച്ചുള്ള ക്ലാസ്സുകളിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ചാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത് 1984. ആക്ട് നമ്പർ 51 എന്നറിയപ്പെടുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയാണ്, ആക്ടിനെയാണ്. അത് വന്നത്
ഓഗസ്റ്റ് 18 1985. നമ്മൾ ഒരു വർഷം പഠിക്കുമ്പോൾ നമ്മൾ 1900 ഇങ്ങനെ പഠിക്കാതെ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാൽ ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കാൻ പറ്റും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. 1985 സെപ്റ്റംബർ 16 മുതലാണ് അത് കെയിം ഇൻ ഇഫക്റ്റ് ആയത്. ഓഗസ്റ്റ് 18 1984 1984 ആക്ട് പാസ് ചെയ്യുകയും അതിന്റെ ഇഫക്റ്റീവ് ആകുന്നത് 16 സെപ്റ്റംബർ 1985 പിറ്റേ വർഷമാണ്. ഇതെന്ന് പറഞ്ഞാല് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ പ്രവർത്തന പരിധിയായിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളെ രൂപീകരിക്കാൻ വേണ്ടി വന്ന നിയമമാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്. അന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞു, പ്രൊവിൻസുകൾ മാറി സംസ്ഥാനത്തിലേക്ക് വന്നു. അപ്പോൾ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ പ്രവർത്തന പരിധിയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കാൻ വേണ്ടി വന്നതാണ് ഈ ഒരു ആക്ട്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അങ്ങനെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം വന്നതല്ലേ നമ്മുടെ ക്യാംകോ എന്ന് പറയുന്നത്. ക്യാംകോ, ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് അതിന്റെ ക്ലാസ്സുകളിൽ നമുക്കത് പഠിക്കാം. ഇഫ്കോ വന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അത് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എപ്പോഴും CSEB-യുടെ ഇഷ്ട ചോദ്യങ്ങളാണ് അതൊക്കെ. ഇഫ്കോ ആയാലും ക്രിപ്കോ ആയാലും ക്യാംകോ ആയാലും അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്കത് പറയാം. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ദെൻ നമ്മൾ വന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 വന്നിയെന്ന് പറഞ്ഞു. ആക്ട് വന്നത് ഓഗസ്റ്റ് 18 എന്നാണ് പറഞ്ഞത്, അല്ലയോ? ദെൻ ആക്ട് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് എന്നാണ്? സെപ്റ്റംബർ 16 1985 ഇതിനകത്ത് നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനകത്തെ 110 സെക്ഷൻ പോലെ തന്നെ ഇതിന് 110 സെക്ഷൻ ഉണ്ട്, 27 റൂളുണ്ട്, 27 റൂളുകളുണ്ട്. ഇങ്ങനെ ഒരു ഫൈനൽ അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ജനറൽ ബോഡി അല്ലയോ ഫൈനൽ അതോറിറ്റി? ജനറൽ ബോഡിയുടെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 27 പറയുന്നത്. ജനറൽ ബോഡി നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനകത്തെ 27 എന്ന് പറഞ്ഞ നമ്പറിനെ ഞാൻ കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളൂടി പറഞ്ഞതാണ്. സെക്ഷൻ 27 നമ്മൾ ജനറൽ ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫൈനൽ അതോറിറ്റി ജനറൽ ബോഡി ആണെന്ന് പറയുന്നത്. അപ്പൊ ഈ ജനറൽ ബോഡിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരും അനുസരിക്കേണ്ടതായിട്ടുണ്ട്, അല്ലയോ? അപ്പം ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനകത്തെ 110 സെക്ഷനും 27 റൂളുകളും ഉണ്ട്. 27 റൂള്. സെക്ഷൻ 27 നമ്മളുടെ ജനറൽ ബോഡിയെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമുക്കത് സെക്ഷന്റെ ക്ലാസ്സുകൾ പറയുമ്പോൾ നമുക്ക് പഠിക്കാം. ദെൻ എത്ര ഷെഡ്യൂളുകൾ ഉണ്ട്? ഒരു ഷെഡ്യൂളും ഇതിനകത്തില്ല. അതായത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കകത്തും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കകത്തും ഷെഡ്യൂളുകൾ ഇല്ല. അപ്പൊ 110 സെക്ഷൻ ഉണ്ട്, റൂളുകൾ 27 ഉണ്ട്. ദെൻ ഫോമുകളും ആപ്ലിക്കബിൾ അല്ല. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? മൾട്ടി സ്റ്റേറ്റ് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942, ദെൻ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984, ആക്ട് നമ്പർ 51. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 ആക്ട് എന്ന് പറഞ്ഞ ആക്ട് നമ്പർ 6 ആയിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത് നോക്കിക്കേ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെന്റ് ആക്ട് 2002. നമ്മൾ 42 വന്നു, 1984 വീണ്ടും ഒരു അമെൻമെന്റ് നടന്നു. ലാസ്റ്റ് 2023 വരെ ഇവരുടെ അമെൻമെന്റ് നടന്നിട്ടുണ്ട്. അപ്പൊ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെന്റ് ആക്ട് 2002, ആക്ട് നമ്പർ 39. ആക്ട് നമ്പർ എത്ര ആയിരുന്നു? 39. അപ്പൊ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെന്റ് ആക്ട് 2002 ആക്ട് നമ്പർ എത്രയാണ്? 39. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ ആക്ട് നമ്പർ എത്ര? അപ്പം 1969 വന്ന KCS ആക്ട്, അതിലെ ആക്ട് നമ്പർ എത്രയാണെന്നറിയോ? ആക്ട് നമ്പർ 21 ആണ്. ആക്ട് നമ്പർ 21. ഇതൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് പലപ്പോഴും CSEB ചോദിക്കുന്നത്. പക്ഷെ PSC ഇത്രത്തോളം എന്താ പറയാ, അവർക്ക് ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കത്തുള്ളൂ. അത് കുറച്ച് ട്രിക്കി വേയിലായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ CSEBയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ അകത്തുനിന്ന് പോലും നമുക്ക് ആൻസറിൽ എത്താൻ പറ്റും. കാര്യം പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളല്ലേ. ഇപ്പൊ ഇതിനകത്ത് തന്നെ വന്നിരിക്കുന്ന ഓപ്ഷൻ എടുത്ത് നോക്കിക്കേ. നമുക്ക് 1912 നമുക്കറിയാം, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ ക്രെഡിറ്റ് വന്നിട്ട് നോൺ ക്രെഡിറ്റും കൂടി രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു വന്ന ആക്ട് ആണ് 12. ആ ഓപ്ഷൻ അകത്തുനിന്ന് തന്നെ നമുക്ക് പോകാൻ പറ്റും. ഇതായിട്ട് വലിയ ബന്ധങ്ങളൊന്നും കാണത്തില്ല.
ദെൻ നമ്മൾ പറഞ്ഞു വന്നതിലോട്ട് നമുക്ക് തിരിച്ചു വരാം. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ അമെൻമെന്റ് 2002 ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ആക്ട് നമ്പർ 39 ആണ്. ദെൻ വർഷം എന്ന് പറഞ്ഞാൽ 2002 അമെൻമെന്റ് നടന്നത്. അമെൻമെന്റ് പാസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ 3, 2002. ജൂലൈ 3. അപ്പം 3 ഓർത്തിരിക്കാൻ പറ്റും. 3/7/2002. ഓക്കെ, അങ്ങനെ ജൂലൈ 3, 2002 പാസ് ചെയ്തത്. ഈ അമെൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 കുറച്ച് അപ്ഡേഷൻസ്, പ്രൊവിഷൻസിനകത്തൊക്കെ കുറച്ച് അപ്ഡേറ്റ് ചെയ്തിട്ട് കുറച്ച് മോർ റിലവന്റ് ആക്കാൻ വേണ്ടിയിട്ട് വന്ന അമെൻമെന്റ് ആണ്. അതായത് നമ്മൾ പഠിക്കുന്നതല്ലേ, നമ്മൾ രജിസ്ട്രേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായി പഠിക്കുന്നുണ്ട്. ഒരു നിയമത്തിൽ നമ്മൾ എന്താ ആ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു നിലനിന്നിരുന്നത് അതനുസരിച്ചാണ് ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത്. പക്ഷെ അതിനകത്തൊരു ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ അമെൻമെന്റ് നടത്തണം, ഭേദഗതികൾ വരുത്തണം. ഭേദഗതികൾ വരുത്തിയിട്ടാണ് നമ്മൾ അഡീഷൻസോ ഡിലീഷൻസോ ഒക്കെ ചെയ്യുന്നത്. അന്ന് തന്നെ ആദ്യം വന്നപ്പോൾ പ്രൊവിൻസ് ആയിരുന്നു. അപ്പം പ്രൊവിൻസുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനായിരുന്നു ആ നിയമത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷെ വീണ്ടും സംസ്ഥാനങ്ങൾ വന്നപ്പോൾ 84 പുതിയ അമെൻമെന്റ് വന്നിട്ട് നമുക്ക് എന്തായി? മൾട്ടി സ്റ്റേറ്റ് ആയി. വീണ്ടും നമുക്ക് അതിനകത്ത് കുറച്ചുകൂടി റിലവന്റ് ആക്കണം, കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് 2002 വീണ്ടും അമെൻഡ് ചെയ്തു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ. അങ്ങനെ 110 സെക്ഷൻ അപ്പൊ എത്രയായി മാറി? അപ്പോഴത്തെ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതിനനുസരിച്ച് റിലവന്റ് നീഡ്സിനനുസരിച്ചാണ് ചേഞ്ചസ് വരുത്തിയത്. 110 സെക്ഷനിൽ നിന്ന് മാറി 126 സെക്ഷനിലോട്ട് പോയി. 27 റൂളിനകത്തുനിന്ന് 38 റൂളിലോട്ട് വന്നു. 27 കിടന്ന റൂൾ എത്രയായി? 38 റൂളായി. 126 സെക്ഷനുമായി, അല്ലയോ? ഷെഡ്യൂൾസ് ആണെങ്കിൽ 2 ഷെഡ്യൂൾസും വന്നു. മറ്റേ 2ലും ഷെഡ്യൂൾസ് ഇല്ല, ഇപ്പൊ 2 ഷെഡ്യൂൾസും വന്നു. ഫോമുകളെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഒന്നും കൂടി പറയേണ്ട കാര്യമുണ്ടോ? ഒന്നുമില്ല പറയാനായിട്ട്. 42 ആക്ട് നമ്പർ 6 ആണ്. മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുമ്പോൾ 1984 ആണ്. ആക്ട് നമ്പർ 51 ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് അതിനെ 2002 അമെൻമെന്റ് നടത്തുന്നു. 2002 അമെൻമെന്റ് ആക്ട് നമ്പർ 39 39. ദെൻ മൾട്ടി ആദ്യത്തെ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനകത്ത് 12 സെക്ഷൻസ് ഉണ്ടായിരുന്നു. ദെൻ മൾട്ടി സ്റ്റേറ്റ് ആയപ്പോഴേക്കും 110 സെക്ഷനായി. ദെൻ ഇതിനെ അമെൻഡ് ചെയ്തപ്പോഴേക്കും വീണ്ടും കൂടിയിട്ട് 126 സെക്ഷനായി. ഓക്കെ അല്ലേ? കോൺഫ്ലിക്റ്റ് ആവുന്നുണ്ടോ ഈ പറയുന്നതൊക്കെ? ഈസി ആയിട്ട് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ ലൈവുകളിൽ ഡിസ്കഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ചോദിച്ചാൽ മതി, നമുക്കത് ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ. 2023 നമ്മുടെ ലേറ്റസ്റ്റ് അമെൻമെന്റ് ആണ് പറയുന്നത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2023 ആക്ട് നമ്പർ 11. ആക്ട് നമ്പർ 11 ആണ്. വന്ന വർഷം 2023 ആണ്. പാസ് ചെയ്ത് ഒക്ടോബർ 12, 2022. എന്നുവെച്ചാൽ ഒരു നിയമം പ്രാബല്യത്തിൽ വരണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനകത്ത് അമെൻമെന്റ് വന്നു അല്ലേ? അമെൻമെന്റ് വന്നില്ലേ? അതിനകത്ത് ഇനി അമെൻമെന്റ് ഉൾപ്പെടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഇതിനെ ഒരു ഭയങ്കര പാടാണെന്ന് വിചാരിച്ചാൽ അത് ഭയങ്കര പാടായിരിക്കും. ഈസിയാണ്, നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചാൽ ഇതൊക്കെ ഈസി ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റും. ഓർത്തു വെച്ചേക്കുക, പലതവണ വായിക്കുക. നമ്മളെപ്പോഴും എന്താ പറയുക, റിപ്പീറ്റേഷൻ റീഡിംഗ് ആണ് നമ്മളെ ഈ ഡേയ്സ് ഒക്കെ ഓർത്തു വെച്ചേക്കാൻ ഏറ്റവും നല്ലത്. ഒരു 30 എന്ന് പറഞ്ഞൊരു ദിവസം വരുമ്പോഴും 60 എന്ന് പറഞ്ഞ ദിവസം വരുമ്പോഴും നമ്മൾ പലതിനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. ദെൻ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2023 ആക്ട് നമ്പർ 11. ആക്ട് നമ്പർ എത്രയാണ്? 11 ആണ്. ദെൻ 2023 വന്നത്. പാസ് ചെയ്തത് ഒക്ടോബർ 2, 2022. ഇഫക്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 3, 2023. Then most relevant updated to the legislation focusing on multi-state cooperative societies. Multi-state cooperative societies രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ നിയമങ്ങൾ, ഏറ്റവും വലുതല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന്, പിന്നെ അതുപോലെ തന്നെ എത്ര ഷെഡ്യൂളുകൾ ഉണ്ടായിരുന്നു? 9 ഷെഡ്യൂളുകൾ ഉണ്ട്, 9 ഫോമുകളും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തമായി പഠിക്കുക, വ്യക്തമായി മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് സാധാരണ ചോദിക്കുന്ന ഈ വർഷങ്ങളെ കുറിച്ച് അവർ ചോദിക്കാറുള്ളൂ. എന്നാ വന്നത്? ഇങ്ങനെ ഇറങ്ങിയുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിലും നമ്മൾ നന്നായിട്ട് പഠിക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ ഹൃദിസ്ഥമാക്കി പഠിക്കുക, വർഷങ്ങൾ ഉറപ്പിച്ച് പഠിക്കുക.
ഓരോ വർഷങ്ങൾ പഠിക്കുമ്പോഴും അതിനെ കണക്ട് ചെയ്ത് പല കാര്യങ്ങളെ കണക്ട് ചെയ്ത് കോർത്തിണക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പം വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.